കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഞാൻ ലൈസോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അതേപോലെ നമ്മൾ കിടന്നതിന് ശേഷം രാത്രി കിടന്നതിന് ലൈറ്റ് കണച്ചതിന് ശേഷമാണല്ലോ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ, അതേപോലെ ഉറുമ്പ്, അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും ഇതൊഴിച്ചാൽ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനി നമ്മൾ കംഫർട്ട് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ കംഫർട്ട് കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഒരുപാട് കഞ്ഞിവെള്ളമായിപ്പോയി. അപ്പോൾ ഞാനത് ആ കംഫർട്ട് കണ്ടോ ആ മുകളിൽ തന്നെ കിടപ്പുണ്ട്. അതിപ്പോൾ അത്രയും ഭാഗം ഞാൻ ഒരു ഗ്ലാസ്സിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. എന്നാലും ഞാനൊരു സ്വല്പം കംഫർട്ടും കൂടെ ഒഴിക്കുകയാണ്. കാരണം ഒരു ഷർട്ട് മാത്രമാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പം കണ്ടോ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ കഞ്ഞിവെള്ളവും അതിനകത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ കംഫർട്ടും മാത്രം മതി. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചുളിവുള്ള ഒരു കോട്ടൺ ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുള്ള ചുളിവുകൾ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുണി കഴുകുമ്പോഴത്തേന് സ്റ്റിഫ് മുക്കാനോ കഞ്ഞിവെള്ളം മുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ചെയ്താൽ മതി. നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ അയൺ ചെയ്ത കണക്ക് തന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ തേച്ചെടുക്കാവുന്നതാണ്. കണ്ടോ ചുളിവുകളെല്ലാം മാറി കിട്ടുന്നുണ്ട്. ലൈവായിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടില്ല. ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഞാൻ നമ്മുടെ ചുളിവുകൾ മാറുന്നതായിട്ട് കാണിച്ചു തരാം. ഉണ്ടോ? അപ്പം നല്ല തേച്ചതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകുമ്പം അത് സ്റ്റിഫോ അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഒന്നും മുക്കിയിട്ടില്ല. ഇതിപ്പോൾ അതിന് ശേഷം ഞാൻ ഉണക്കിയതിന് ശേഷമാണ് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് അതേപോലെ തന്നെ മടക്കിക്കൊണ്ട് വിൽക്കരുത് അലമാരയിലൊന്നും. നമ്മളിത് ഹാങ്കറിനകത്തോട്ടിടുക. അപ്പം ഹാങ്കറിനകത്തോട്ടിടുമ്പോൾ ആ ചുളുകളെല്ലാം നമ്മൾ സ്പ്രേ ചെയ്തതെല്ലാം ഉണങ്ങിക്കിട്ടും. എന്നിട്ട് താണ്ട ഞാനിപ്പോൾ ബട്ടൺസ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ഷർട്ട് കണ്ടോ ചുളുകളെല്ലാം മാറിയിട്ട് പുതിയതുപോലെ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ നല്ലോണം കൈ വെച്ച് തേച്ച് കൊടുത്തപ്പോൾ തന്നെ അയൺ ചെയ്യാതെ തന്നെ അതേപോലെ തന്നെ സ്റ്റിഫ് മുക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിടുക. ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അയൺ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് കുറച്ച് ലൈസോൾ ഒഴിച്ചതിന് ശേഷം ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കിച്ചൺ സ്ലാബ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അവിടെ ഭാഗത്തെല്ലാം ഇതൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പം അവിടെ വരുന്ന ആ ചെറിയ പ്രാണികൾ, പാറ്റ, ഉറുമ്പ്, പല്ലി, അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഇതേപോലെ കിച്ചണിലായിരിക്കും കൂടുതലും ഉറുമ്പിൻ്റെയും പാറ്റയുടെയൊക്കെ ശല്യം. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അവിടെയും ഇതേപോലെ ഒന്ന് തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക.